global warming. 4 topics ഉണ്ട്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തത് ഗ്ലോബൽ വാർമിംഗ്, ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ. അതിൽ ഫസ്റ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിംഗ് എന്താണെന്ന് നോക്കാം. ഗ്ലോബൽ വാർമിംഗ് is the gradual rising temperature of Earth's surface, ocean and atmosphere. The most noticeable effect of global warming is the melting of the ice caps and glaciers in the world. Global warming എന്ന് പറഞ്ഞാൽ ആക്ച്വൽ സിമ്പിൾ മീനിങ് എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ വാർമിംഗ് ഇസ് ദ ഗ്രാജുവൽ റൈസ് ഇൻ ടെമ്പറേച്ചർ ഓഫ് എർത്ത് സർഫസ്, ഓഷ്യൻ ആൻഡ് അറ്റ്മോസ്ഫിയർ. നമ്മുടെ ഭൂമിയുടെ ഉപരിതല, ഭൂമിയുടെ സർഫസ്, എർത്ത് സർഫസിലും ഓഷ്യനിലും അറ്റ്മോസ്ഫിയറിലുമുള്ള ഗ്രാജുവൽ റൈസ് ഇൻ ടെമ്പറേച്ചർ എന്നുവെച്ചാൽ ടെമ്പറേച്ചർ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്ന അവസ്ഥ. ഇതിന്റെ ആക്ച്വൽ മലയാളം വേർഡ് എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആഗോള താപനം അല്ലേ. നമ്മൾ ഡേ ബൈ ഡേ നമുക്ക് ഇപ്പം തന്നെ നമുക്ക് ചൂട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് അല്ലേ. ഹലോ, കോൾ റെക്കോർഡ് ആവുന്നില്ലേ? ഓക്കെ. അപ്പം ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് ഗ്രാജുവൽ റൈസ് ഇൻ ടെമ്പറേച്ചർ ഓഫ് എർത്ത് സർഫസ്. എർത്ത് സർഫസ് മാത്രമല്ല ഓഷ്യൻ, അറ്റ്മോസ്ഫിയർ ഒക്കെ ചൂട് കൂടുന്ന അവസ്ഥ. ആ ഒരു പ്രതിഭാസം, ആ ഒരു പ്രോസസ്സിനാണ് പറയുന്നത് ഗ്ലോബൽ വാർമിംഗ്. ഓക്കെ. പിന്നെ ദ മോസ്റ്റ് നോട്ടീസബിൾ എഫക്ട് ഓഫ് ഗ്ലോബൽ വാർമിംഗ് ഇസ് ദ മെൽറ്റിംഗ് ഓഫ് ഐസ് ക്യാപ്സ് ആൻഡ് ഗ്ലേഷ്യേഴ്സ് ഇൻ ദ വേൾഡ്. നമ്മുടെ വേൾഡിലുള്ള ഐസ് ക്യാപ്സും ഗ്ലേഷ്യേഴ്സ് ഇങ്ങനെ ചൂട് ഒരു ലിമിറ്റിൽ വെച്ചിട്ട് ചൂട് കൂടുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ മഞ്ഞുമലകളൊക്കെ ഉരുകി വെള്ളമാവും അല്ലെ, ഉരുകുന്ന അവസ്ഥയിലേക്ക് വരും. ഇതിന്റെ ഏറ്റവും ബാഡ് എഫക്റ്റ് ആണ് ഗ്ലോബൽ വാർമിംഗിന്റെ ഏറ്റവും മോശകരമായ എഫക്റ്റ് ആണ് ഈ മഞ്ഞുമലകളും ഐസ് ക്യാപ്സ് ഒക്കെ മെൽറ്റ് ചെയ്യുന്നത്. ചൂട് കൂടുമ്പോൾ ഐസ് ക്യാപ്സ്, ഗ്ലേഷ്യേഴ്സ് ഒക്കെ ഗ്ലോബൽ വാർമിംഗിന്റെ ഫലമായിട്ട് ഉരുകുന്ന അവസ്ഥയിലേക്ക് എത്തും. ഈ ഗ്ലോബൽ വാർമിംഗിന്റെ ആക്ച്വൽ global warming can be defined as the apparent overall warming trend of the Earth's atmosphere when the atmosphere becomes saturated with excess greenhouse gases. ഇനി എങ്ങനെയാണ് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവുന്നത്? ഗ്ലോബൽ വാർമിങ്ങിന് കാരണം എന്താണ്? ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവാൻ കാരണം, ഈ ആഗോള താപനം ഉണ്ടാവാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻസ് ആണ്. ഒരു ലിമിറ്റിൽ കൂടുതൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് എമിറ്റ് ചെയ്യുമ്പോഴാണ് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നത്. ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ, അതുപോലെ നൈട്രസ് ഓക്സൈഡ്, ഇങ്ങനെയൊക്കെയുള്ള മാരകമായ വളരെ നമുക്ക് നമ്മളെ ആരോഗ്യത്തിനായാലും ഹാർംഫുൾ ആയിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻ ഒരു ലിമിറ്റിൽ കൂടുമ്പോൾ, നമ്മളെ അറ്റ്മോസ്ഫിയറിൽ ഒരു ലിമിറ്റിൽ കൂടുമ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ തന്നെ ഇതിന്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തും. ആ ഒരു അവസ്ഥയ്ക്കാണ് പറയുന്നത് ഗ്ലോബൽ വാർമിംഗ്. ഓക്കെ. As a result, even the sea level is rising steadily. It is believed that by the end of 21st century, many cities will be partly flooded by the sea. അപ്പോൾ ഈ റിസർച്ചിൽ കണ്ടുപിടിച്ചാണ് 21st സെഞ്ചുറിയിൽ എന്താ സംഭവിക്കുക? പല സിറ്റികളും വെള്ളത്തിന്റെ അടിയിലാകാൻ വരെ, വെള്ളത്തിലടിയിലായേക്കുന്ന അവസ്ഥയിൽ വരെ എത്തിയേക്കാം ഈ നമ്മളെ സീ ലെവൽ റൈസ് ചെയ്യുന്നത് കൊണ്ട്. ഓക്കെ. അത് ഗ്ലോബൽ വാർമിംഗിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ്. ഗ്ലോബൽ വാർമിംഗ് ഇസ് കോസ്ഡ് വെൻ കാർബൺ ഡൈ ഓക്സൈഡ്, ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആൻഡ് അതർ എയർ പൊല്യൂട്ടൻസ് ഗെറ്റ് കളക്റ്റഡ് ഇൻ ദ എർത്ത് അറ്റ്മോസ്ഫിയർ and absorb the solar radiation that has bounced off the earth's surface. നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, കേൾക്കുന്നുണ്ട്. ഓക്കെ. Global warming is caused when carbon dioxide, greenhouse gases and other air pollutants get collected in the earth's atmosphere and absorb the solar radiation that has bounced off earth's surface. ഗ്ലോബൽ വാർമിങ്ങിനെ മെയിൻ കോസ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡും ഗ്രീൻ ഹൗസ് ഗ്യാസസ്. കാർബൺ ഡൈ ഓക്സൈഡിന് പുറമെ മീഥെയിൻ, നൈട്രസ് ഓക്സൈഡ് പോലുള്ള ഹാർംഫുൾ ആയിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഒക്കെയാണ് ഗ്ലോബൽ വാർമിങ്ങിന്റെ മെയിൻ റീസൺ. ഓക്കെ. Because these pollutants exist in the atmosphere, they trap the heat and make Earth hotter. It is also known as greenhouse effect. Greenhouse effect
ഇങ്ങനെ നെക്സ്റ്റ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്, കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. Then the main cause of global warming is the emission of greenhouse gases. പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം പറഞ്ഞ പോയിന്റ് തന്നെ. Human activity over the past 250 years, including the burning of fossil fuels, change of land use and agriculture, has increased the concentration of greenhouse gases in the earth atmosphere. അല്ലെ, ഗ്രീൻഹൗസ് ഗ്യാസസ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ലിമിറ്റിൽ കൂടുതൽ നമ്മളെ ഫോസിൽ ഫ്യൂൽസിന്റെ ഓവർ എക്സ്പോഷൻ, ഓവർ കൺസപ്ഷൻ ഒക്കെ എന്താണ്, ഫോസിൽ ഫ്യൂൽസ് ഒക്കെ കൂടുതൽ ഉണ്ടാവുന്ന, അത് ബേൺ ചെയ്യുമ്പോഴൊക്കെ എന്താ സംഭവിക്കാം, ഒരുപാട് ഹാർംഫുൾ ആയിട്ടുള്ള ഗ്യാസസ് എമിറ്റ് ചെയ്യും. ഈ ഗ്യാസസ് ഒക്കെ നമ്മളെ അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഗ്ലോബൽ വാർമിംഗ് ഒക്കെ. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ ഈ അനാവശ്യമായിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത പല ഗ്യാസസും നമ്മളെ അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ അത് ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാവുന്നുണ്ട്, അല്ലെ. ചേഞ്ച് ഓഫ് ലാൻഡ് യൂസ് ആൻഡ് അഗ്രികൾച്ചർ ഹാസ് ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസ്. നമ്മൾ പറഞ്ഞു, ഗ്രീൻ ഹൗസ് ഗ്യാസസിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ അതിന്റെ റീസൺ ഒക്കെ, ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇങ്ങനെ എമിറ്റ് ചെയ്താലുള്ള റീസണും അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ എമിറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ഈ ഗ്ലോബൽ വാർമിംഗ് കൂടുതലായിട്ടും ഉണ്ടാവുന്നത്. As these gases build up in the atmosphere, they strengthen what is known as greenhouse effect. Then causes of global warming. ഗ്ലോബൽ വാർമിങ്ങിന്റെ കാരണങ്ങൾ. ഇത് കാരണങ്ങൾ ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻ. ഗ്രീൻ ഹൗസ് ഗ്യാസസ് ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, നൈട്രസ് ഓക്സൈഡ് എക്സെട്ര ഇൻടു ദി അറ്റ്മോസ്ഫിയർ. ദ മേജർ സോഴ്സസ് കാർബൺ ഡൈ ഓക്സൈഡ്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിട്ടും നമ്മളെ അറ്റ്മോസ്ഫിയറിൽ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെയിൻ റീസൺ എന്തായിരുന്നു? എന്തുകൊണ്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നത്? ആരെങ്കിലും പറഞ്ഞേ? നിവേദ്യ. വെഹിക്കിൾസിലൊക്കെ വരുന്ന സ്മോക്ക്. വെഹിക്കിൾസിൽ നിന്ന് വരുന്ന സ്മോക്ക് എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ് ആയിരുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് നമ്മളെ അറ്റ്മോസ്ഫിയറിൽ കൂടുതലും എക്സിസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? മെയിൻ റീസൺ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലാവാനുള്ള കാരണം. എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഒരു പരിധിയിൽ കൂടുതൽ എക്സിസ്റ്റ് ചെയ്യാൻ നമ്മൾ അറ്റ്മോസ്ഫിയറിൽ? പറഞ്ഞോളൂ. യെസ്, വെരി ഗുഡ്. കട്ടിംഗ് ഓഫ് ട്രീസ് അല്ലെ. ഡിഫോറസ്റ്റേഷൻ നടക്കുന്ന സമയത്ത് പിന്നെ ഓരോ മരങ്ങളും വെട്ടി നശിപ്പിക്കണം. ഈ മരങ്ങളാണ്, നമ്മൾ ട്രീസ് ആൻഡ് പ്ലാന്റ്സ് ആണ് കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യുന്നത്. അവര് ഫോട്ടോസിന്തസിസ് നടക്കാൻ വേണ്ടിയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്തിട്ട് ഓക്സിജൻ റിലീസ് ചെയ്യും, അല്ലെ. ആഫ്റ്റർ ഫോട്ടോസിന്തസിസ് ഓക്സിജൻ ഗ്യാസ് റിലീസ് ചെയ്യും. ആ ഓക്സിജൻ ഗ്യാസ് ആണ് നമ്മളും ഹ്യൂമൻ ബീങ്സും ആനിമൽസ് ഒക്കെ ഇൻഹെയിൽ ചെയ്യുന്നത്. അപ്പം ഡീഫോറസ്റ്റേഷൻ കൂടുതൽ നടക്കും. നമ്മൾ മരങ്ങളൊക്കെ കട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എക്സസ് കാർബൺ ഡൈ ഓക്സൈഡ് എക്സിസ്റ്റ് ചെയ്യും, അല്ലെ. ഇങ്ങനെയുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഈ ആഗോള താപനം ഉണ്ടാകാനുള്ള മെയിൻ റീസൺ ആണെന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ 20% ബൈ മീഥേൻ ആൻഡ് നൈട്രസ് ഓക്സൈഡ്. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ തന്നെ 80% ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകാനുള്ള 80% റീസൺ എന്ന് പറയുന്നത്, മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. ബാക്കിയുള്ള 20% റീസൺ എന്ന് പറയുന്നത് മീഥേനും നൈട്രസ് ഓക്സൈഡും ആണ്. ഇനി അടുത്തത് എഫക്ട്സ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്. ഇനി ഗ്ലോബൽ വാർമിംഗ് കൊണ്ടുള്ള എഫക്ട്സ് എന്തൊക്കെയാണ് നോക്കാം. ഇൻക്രീസിങ് ഗ്ലോബൽ സർഫേസ് ടെമ്പറേച്ചർ, അല്ലെ. പറഞ്ഞു, നമ്മുടെ സർഫസിലെ ടെമ്പറേച്ചർ കൂടും. എന്താണ്? ഇപ്പം തന്നെ നമുക്കറിയാം, നമ്മൾ കുഞ്ഞിക്കാലത്ത് അനുഭവിച്ച ടെമ്പറേച്ചറും അങ്ങനെയുള്ള കാലാവസ്ഥയല്ല നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ. ഇന്ന് പിന്നെ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ എന്താ സംഭവിക്കുന്നത്? എത്രയോ ആൾക്കാർക്ക് സൂര്യതാപനം ഏൽക്കുന്നുണ്ട്. ഇതൊക്കെ ആഗോള താപനം കൂടുന്നുണ്ട്. പണ്ടത്തെ കാലത്താണ്, നമ്മളൊക്കെ ചെറുപ്പകാലത്തിൽ അങ്ങനെയുള്ള എഫക്റ്റും അങ്ങനെയുള്ള പ്രതിഭാസങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അന്നെന്താണ്, ഈ ഡീഫോറസ്റ്റേഷൻ ഒന്നും അധികം ബിൽഡിങ്സ് ഒന്നും ഇല്ല. ഇന്നത്തെ കാലത്ത് ഈ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ച് കൂടുതൽ ബിൽഡിങ്സും കൂടുതൽ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ മരങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ഈ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കൂടുതലായിട്ട് എക്സിസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നത്. ഗ്ലോബൽ വാർമിംഗിന്റെ മെയിൻ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് ഗ്ലോബൽ സർഫസ് ടെമ്പറേച്ചർ. ഓക്കെ. ദെൻ സെക്കൻഡ്, മെൽറ്റിംഗ് ഓഫ് ഗ്ലേഷ്യേഴ്സ്. മഞ്ഞുമലകളൊക്കെ ഉരുകാൻ, ഈ ആഗോളതാപനം കൂടുമ്പോൾ, ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താ സംഭവിക്കാം? മഞ്ഞുമലകളൊക്കെ ഉരുകി പോകുന്നു, അല്ലെ. അടുത്തത് റൈസ് ഇൻ സീ ലെവൽ.
നമ്മൾ സീ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നു. സീ ലെവൽ ഇൻക്രീസ് ചെയ്താൽ എന്താ സംഭവിക്കുക? അത് നേരത്തെ പറഞ്ഞു, ഇതിന്റെ എഫക്റ്റ് ആയിട്ട് പല സിറ്റീസും ഫ്ലഡ് വരാനുള്ള ചാൻസ് കൂടും. സീ ലെവൽ ഇൻക്രീസ്, സമുദ്രനിരപ്പ് കൂടുമ്പോഴെന്താണ് ഫ്ലഡ് വരാനുള്ള ചാൻസ് കൂടും. ഫ്ലഡ് വന്ന് പല സിറ്റീസും ഈ ഫ്ലഡിനടിയിലായിരിക്കുന്നതാണ് ഈ കണക്കൂട്ടൽ. ഇങ്ങനെ ഈ ഒരു റേഷ്യോയിൽ പോവുകയാണെങ്കിൽ പല സിറ്റീസും ഫ്ലഡിനടിയിലായിരിക്കും, ഇങ്ങനെ ആഗോളതാപനം കൂടുവാണെങ്കിൽ. ഇനി സ്പ്രെഡ് ഓഫ് വെക്ടർ ബോൺ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, നമ്മുടെ ജൈവ വൈവിധ്യങ്ങൾ എല്ലാം കുറഞ്ഞു വരും. അതുപോലെ സ്പ്രെഡ് ഓഫ് വെക്ടർ ബോൺ ഡിസീസ്, നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിനെ തന്നെ പലതരത്തിൽ എഫക്ട് ചെയ്യും. ഒക്കറൻസ് ഓഫ് എക്സ്ട്രീം വെതർ ഫിനോമിനൻ, അല്ലെ, നമ്മൾ കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാവുന്നില്ലേ, ഇതിന്റെ എഫക്റ്റ് കൊണ്ട് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പം തന്നെ മഴ പെയ്യേണ്ട സമയത്താണോ മഴ പെയ്യുന്നത്? മഴ പെയ്യാൻ പാടില്ലാത്ത മാസങ്ങളിലൊക്കെ നല്ല ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കണേ. ഇതൊക്കെ ഈ ഗ്ലോബൽ വാർമിങ്ങിന്റെ എഫക്റ്റ് ആണ്, ആഫ്റ്റർ എഫക്ട്സ് ആയിട്ടാണ്. നെക്സ്റ്റ് acidification of oceans, large scale occurrence of forest fires. അല്ലെ, ഈ ആഗോള താപനം ഉണ്ടാകുമ്പോൾ, ഗ്ലോബൽ വാർമിംഗ് കൂടുമ്പോൾ, ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താ സംഭവിക്കുക? ലാർജ് സ്കെയിൽ ഒക്കറൻസ് ഓഫ് ഫോറസ്റ്റ് ഫയർസ്, കാട്ടു തീയൊക്കെ ഉണ്ടാവുന്നു. സബ്സ്റ്റാൻഷ്യൽ റിഡക്ഷൻ ഓഫ് ക്രോപ്പ് ഇയേഴ്സ്, അല്ലെ, നമ്മളെ കാർഷിക വിളകളൊക്കെ കുറഞ്ഞു വരുന്ന അവസ്ഥയുണ്ടാവും. ഈ മഴയൊന്നും കിട്ടാത്ത അവസ്ഥ, മഴയും തണുപ്പൊന്നും കൂടുതൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. നമ്മളെ ക്രോപ്സ് ഈൽഡ്സ് കുറഞ്ഞു വരുന്നു, ഡിക്രീസ് ചെയ്ത് വരുന്നു. ഇതൊക്കെ ഗ്ലോബൽ വാർമിംഗിന്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, ഓഡിബിൾ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് മെഷേഴ്സ് ടു കൺട്രോൾ ഗ്ലോബൽ വാർമിംഗ്. ഈ ഗ്ലോബൽ വാർമിംഗ് കൊണ്ട് നമുക്ക് കൂടുതലും ബാഡ് എഫക്ട്സ് ഉണ്ട്, അല്ലെ? അതെങ്ങനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും? ഈ ഗ്ലോബൽ വാർമിംഗ് എങ്ങനെയൊക്കെ കുറക്കാൻ പറ്റും? ഈ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ എങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് എങ്ങനെയൊക്കെ ആണ് നോക്കുന്നത്. യൂസ് ഓഫ് എക്കോ ഫ്രണ്ട്ലി ഫ്യൂവൽസ് ലൈക്ക് CNG ആൻഡ് LPG. എക്കോ ഫ്രണ്ട്ലി അല്ല ഫ്യൂവൽസ്, കാരണം പല ഫ്യൂവൽസും ബേൺ ചെയ്യുമ്പോഴേ കൂടുതൽ ഗ്യാസ്, അല്ലേ, നമുക്ക് വേണ്ടാത്ത അൺവാണ്ടഡ് ആയിട്ടുള്ള പല ഗ്യാസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എക്സിസ്റ്റ് ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫ്യൂവൽസ് യൂസ് ചെയ്യുക. CNG LPG എന്ന് പറയുന്ന എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫ്യൂവൽസ് യൂസ് ചെയ്യാം. CNG എന്ന് പറഞ്ഞാൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. LPG നമ്മൾ ഫെമിലിയർ ആണ്, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. ഇങ്ങനെയുള്ള എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫ്യൂവൽസ് മാത്രം നമ്മൾ യൂസ് ചെയ്യാം. അല്ല നമുക്ക് ഹാർംഫുൾ ആയിട്ടുള്ള ഫ്യൂവൽസ് യൂസ് ചെയ്യും, അത് ബേൺ ചെയ്യുമ്പോഴാണ് നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഗ്യാസസ് ഒക്കെ അറ്റ്മോസ്ഫിയറിലേക്ക് എമിറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള എഫക്റ്റ് നമുക്ക് കുറക്കാം. നെക്സ്റ്റ് പ്ലാന്റിംഗ് ഓഫ് മോർ ആൻഡ് മോർ ട്രീസ്. നമ്മൾ കൂടുതൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, കൂടുതൽ വനവൽക്കരണം നടത്തുക, അല്ലെ? എഫോറസ്റ്റേഷൻ നടത്തി കഴിഞ്ഞാൽ കൂടുതൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ എന്താ സംഭവിക്കുക? നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എക്സസ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ഈ പ്ലാന്റ്സ്, ഈ ട്രീസ് അബ്സോർബ് ചെയ്യും. ദെൻ റീയൂസ്, റീപ്ലെനിഷ് ആൻഡ് റീസൈക്കിൾ. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞ കാര്യമാണ് റീയൂസ്, റീപ്ലെനിഷ് ആൻഡ് റീസൈക്കിൾ, അല്ലെ? റെഡ്യൂസ് ചെയ്യുക, റീയൂസ് ചെയ്യുക, റീസൈക്കിൾ ചെയ്യാം. എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, റീയൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ നമ്മളത് ഉപയോഗിക്കുക. റീയൂസ് ചെയ്യാൻ പറ്റാത്ത പ്രോഡക്ട്സ് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്ത് നമുക്ക് മാക്സിമം ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള പ്രോഡക്ട്സ് നമ്മൾ വാങ്ങുക. പിന്നെ റെഡ്യൂസ് എന്ന് പറയുന്നത് നമുക്ക് പറ്റുന്ന വിധത്തിൽ വേണ്ടാത്ത കാര്യമാണ് നമ്മളത് റെഡ്യൂസ് ചെയ്യാം. റീസൈക്കിൾ, നമ്മളത് അലക്ഷ്യമായിട്ട് പ്ലാസ്റ്റിക് പോലുള്ള സാധനങ്ങൾ വലിച്ചെറിയാതെ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാം. ദെൻ ജുഡീഷ്യസ് യൂസ് ഓഫ് റിസോഴ്സസ്, അതും പറയണ്ട. റിസോഴ്സ് കൺസംഷൻ, നമ്മളെ ആവശ്യത്തിനനുസരിച്ച് റിസോഴ്സസ് യൂസ് ചെയ്യുക. ഓവർ എക്സ്പോസ് ചെയ്യാതെ, ഓവർ കൺസംഷൻ നടത്താതെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് എല്ലാ റിസോഴ്സസും യൂസ് ചെയ്യാം. യൂസ് ആൾട്ടർനേറ്റീവ് സോഴ്സ് ഓഫ് എനർജി. ആൻഡ് ഗവൺമെന്റ് ഷുഡ് ഇമ്പോസ് സ്ട്രിക്ട് ലോസ് ടു കർബ് ഗ്ലോബൽ വാർമിംഗ്. ഗവൺമെന്റ് തന്നെ ഗ്ലോബൽ വാർമിംഗിന്റെ ആ ടെമ്പറേച്ചർ കുറക്കാൻ വേണ്ടിയിട്ടുള്ള ലോസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ഗ്ലോബൽ വാർമിംഗ് ഒന്നുകൂടെ പറയണോ?
ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് ഗ്ലോബൽ വാർമിംഗിന്റെ ഡെഫിനിഷൻ ആണ് ഗ്ലോബൽ വാർമിംഗ് ഇസ് ദ ഗ്രാജുവൽ റൈസ് ഇൻ ടെമ്പറേച്ചർ ഓഫ് എർത്ത് സർഫസ് ഓഷൻ ആൻഡ് അറ്റ്മോസ്ഫിയർ. എർത്ത് സർഫസിലും ഓഷനിലും അറ്റ്മോസ്ഫിയറിലും ഉള്ള ഗ്രാജുവൽ റൈസ് ഇൻ ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചർ കൂടിയിട്ടുള്ള അവസ്ഥക്കാണ് പറയുന്നത് ഗ്ലോബൽ വാർമിംഗ്. ഓക്കെ, ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ കൂടുതലായിട്ട് എമിറ്റ് ചെയ്യപ്പെടുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആയ മീഥൈൻ, നൈട്രസ് ഓക്സൈഡ് പോലെയുള്ള ഗ്യാസസും മാത്രമല്ല കൂടുതൽ എയർ പൊല്യൂഷന് കാരണമായ എല്ലാ എയർ പൊല്യൂട്ടൻസും ഈ ഗ്ലോബൽ വാർമിങ്ങിനും കൂടെ റീസൺ ആണ്. ഗ്ലോബൽ വാർമിംഗിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. ഗ്രീൻ ഹൗസ് ഗ്യാസസിലെ കാർബൺ ഡൈ ഓക്സൈഡ് 80%, അതുപോലെ മീഥൈൻ, നൈട്രസ് ഓക്സൈഡ് 20% കോസ് ചെയ്യുന്നുണ്ട്, കാരണമാവുന്നുണ്ട്. പിന്നെ എഫക്ട്സ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിംഗിന്റെ എഫക്ട്സ് അത് നിങ്ങൾ ഫുള്ള് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ എഫക്ട്സും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം, പഠിക്കണം. Then measures to control global warming. Use eco-friendly fuels like CNG and LPG, planting of more and more trees, reuse, reduce and recycle, judicious use of resources, use alternative source of energy. Government should impose strict laws to curb global warming. Okay. Next, climate change. Climate change is one of the most formidable development changes faced by humanity today. Its consequences are global and intergenerational. The global climate is now changing faster than at any point of time in human civilization. Climate change will affect in profoundly adverse way some of the most fundamental determinants of health, food, air and water, adequate shelter and freedom from disease. Alle climate change is one of the most formidable development challenges faced by humanity today. അല്ലേ, ക്ലൈമറ്റ് ചേഞ്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് ഓരോ ദിവസം കാലാവസ്ഥ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. പറഞ്ഞു, ചൂടുള്ള സമയത്ത് ചൂട് നമ്മൾ പണ്ട് കാലത്തുള്ള പോലെയല്ല ചൂടുള്ളത്. ഈ ഒരു ഏജൊക്കെ ആകുമ്പോൾ ചൂട് ഏപ്രിൽ മെയ് മാസങ്ങൾക്ക് ചൂട് കൂടുതലാണ്. അതുപോലെ മഴ കിട്ടേണ്ട സമയത്ത് പൂർണ്ണമായിട്ട് മഴ കിട്ടുന്നില്ല. പിന്നെ മഴ പെയ്യുന്ന സമയത്താണെങ്കിലോ ഫ്ലഡ് ആവുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. ഈ ക്ലൈമറ്റ് ചേഞ്ച്, ഈ ഗ്ലോബൽ വാർമിംഗ്, ക്ലൈമറ്റ് ചേഞ്ച്, ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്, ഇതൊക്കെ ഇന്റർ റിലേറ്റഡ് ആണ്. ഈ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഗ്ലോബൽ വാർമിംഗ് ആണ്. ഓക്കെ, ആഗോള താപനം ഉണ്ടാവുന്നതാണ് ഈ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവാനുള്ള റീസൺ. ഈ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവാനുള്ള റീസൺ തന്നെ എന്താണ്? ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻസ് ആണ്. ഒരു ലിമിറ്റിൽ കൂടുതൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് എമിറ്റ് ചെയ്യുമ്പോഴാണ് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നത്. അപ്പൊ ഗ്ലോബൽ വാർമിംഗ്, ക്ലൈമറ്റ് ചേഞ്ച്, ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്, ഇതൊക്കെ ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി എഫക്ട്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ചിന്റെ എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻക്രീസിങ് ഗ്ലോബൽ സർഫസ് ടെമ്പറേച്ചർ അല്ലേ, ഗ്ലോബൽ സർഫസ്, നമ്മുടെ സർഫസ് ടെമ്പറേച്ചർ കൂടുന്നു. ഓഷൻ അസിഡിഫിക്കേഷൻ നടക്കുന്നു. മെൽറ്റിംഗ് ഓഫ് ഗ്ലേഷ്യേഴ്സ്. ഈ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുമ്പോൾ തന്നെ മഞ്ഞുമലകളൊക്കെ ഉരുകേണ്ട അവസ്ഥ എത്തുന്നു. ചേഞ്ച് ഇൻ പാറ്റേൺ ഓഫ് റെയിൻഫോൾ. നമുക്ക് മഴയുടെ പാറ്റേൺ ചേഞ്ച് ചെയ്യുന്നു അല്ലെ. മഴ കിട്ടേണ്ട സമയത്ത് മഴ കിട്ടുന്നില്ല. മഴ വേണ്ടാത്ത സമയം, കിട്ടാൻ പാടില്ലാത്ത സമയങ്ങളിൽ കൂടുതൽ മഴ ഉണ്ടാവുന്നു. ഇതൊക്കെ ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ എഫക്റ്റ് ആണ്. എഫക്ട്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. നമ്മളെ ജൈവ വൈവിധ്യങ്ങൾക്ക് ഉണ്ടാകുന്നത് പല ജലജീവികളായാലും അല്ലെ, പല സസ്യജാലങ്ങളായാലും ഒക്കെ നശിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാവുന്നു. ഈ ഗ്ലോബൽ വാർമിംഗ് ഒക്കെ കൂടുമ്പോൾ പല ജീവജാലങ്ങളും അവരെ നശിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് അല്ലെ. അവരുടെ ഹാബിറ്ററ്റ് വിട്ടിട്ട് ഇപ്പം എന്തൊക്കെയാണ്, ഇപ്പം മൃഗങ്ങളെ കാര്യം പറയാം. ഫോർ വെരി 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 ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡൈനോസേഴ്സ് അല്ലെ. ഇപ്പൊ കുറെ കാലങ്ങൾ മുന്നേ, പല വർഷങ്ങൾക്ക് മുന്നേ ഡൈനോസേഴ്സ് എക്സിസ്റ്റ് ചെയ്തിരുന്നു, ഭൂമിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ എന്താണ് സംഭവിച്ചത്? ഈ ഗ്ലോബൽ വാർമിംഗിന്റെ ഒക്കെ എഫക്റ്റ് ആയിട്ട് അവരുടെ ഹാബിറ്റാറ്റ് അവർക്ക് നഷ്ടപ്പെട്ടു. അവരുടെ ഹാബിറ്റാറ്റ് നഷ്ടപ്പെട്ടത് കാരണം വംശനാശം സംഭവിച്ചു. ഇപ്പൊ ഡൈനോസേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല അല്ലെ. അവരുടെ ഹാബിറ്റാറ്റ് നഷ്ടപ്പെടുന്ന കാരണം, അവരുടെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുന്നത് കാരണം അവർക്ക് തന്നെ വംശനാശം സംഭവിച്ചു. ഓക്കെ, ഇതൊക്കെ ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ എഫക്റ്റ് ആണ്. അടുത്ത സ്പ്രെഡ് ഓഫ് വെക്ടർ ബോൺ ഡിസീസസ് അല്ലെ.
നമ്മളെ ഹ്യൂമൻസിന് തന്നെ പലതരത്തിലുള്ള ഡിസീസസ് ഉണ്ടാക്കാൻ ഈ ക്ലൈമറ്റ് ചേഞ്ച് കാരണമാവുന്നുണ്ട്. അടുത്തതാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. Greenhouse effect. To some extent, life on Earth is contingent on the greenhouse effect. Without it, the Earth's surface temperature would be considerably below the freezing point of water. Certain gases are opaque at infrared light frequencies. This includes methane, water vapor, nitrous oxide, ozone, and most importantly, CO2. Some shortwave solar radiation is converted to long-wave infrared at the Earth's surface. This is then absorbed by greenhouse gases, raising the atmospheric temperature. As the proportion of greenhouse gases in the atmosphere increases, so does the potential for absorption of radiation, effectively raising the temperature. Okay. എന്താണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ? ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞല്ലോ. കാർബൺ ഡൈ ഓക്സൈഡ്, മീത്തേൻ, നൈട്രസ് ഓക്സൈഡ്, ഓസോൺ, ഇങ്ങനെയുള്ള മാരക വിഷമായിട്ടുള്ള ഗ്യാസസ് നമ്മളെ അറ്റ്മോസ്ഫിയറിൽ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? ഈ ഫിഗറിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. നമ്മൾ സൂര്യനിൽ നിന്ന്, സണ്ണിൽ നിന്ന് പലതരത്തിലുള്ള റേസ് ഭൂമിയിലേക്ക് പതിക്കുന്നുണ്ട് അല്ലെ. അൾട്രാ വയലറ്റ്, ഇൻഫ്രാറെഡ്, എക്സ്റേസ്, അതുപോലെയുള്ള പലതരത്തിലുള്ള റേസ് നമ്മുടെ ഭൂമിയിലേക്ക് പതിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇങ്ങനെ പതിക്കുമ്പോൾ എന്ത് ചെയ്യാണ്? നമ്മൾ പല റേസും ഭൂമിയിലേക്ക് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ, നമ്മൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇൻസിഡന്റ് ചെയ്തിട്ട് ആ സർഫസിന് അത് റിഫ്ലക്ട് ചെയ്ത് പോകേണ്ടതാണ് അല്ലെ. റേസ് ഒരു പ്രതലത്തിലേക്ക് ഇൻസിഡന്റ് ചെയ്താൽ അത് അവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു പോകും. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് കൂടുതലായിട്ട് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഈ വരുന്ന റേസിനെ തടസ്സപ്പെടുത്തുന്നു, അത് റിഫ്ലക്ട് ചെയ്ത് പോവാതെ. ഓക്കെ. നമ്മൾ ഈ അറ്റ്മോസ്ഫിയറിൽ കൂടുതലായിട്ടും ഗ്രീൻ ഹൗസ് ഗ്യാസസ് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ആ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഈ വരുന്ന റേസുമായിട്ട്, ഇൻഫ്രാറെഡ് പോലെയുള്ള ഇൻഫ്രാറെഡ് റേസ് ആണ് കൂടുതലുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ അൾട്രാവയലറ്റ് റേസിന് വേവ് ലെങ്ത് കുറവാണ്. അപ്പൊ ഈ ഗ്യാസസ്, ഗ്രീൻ ഹൗസ് ഗ്യാസസ് റിയാക്ട് ചെയ്യുന്നത് വേവ് ലെങ്ത് കൂടുതലുള്ള ഇൻഫ്രാറെഡ് പോലത്തെ റേസുമായിട്ടാണ്. ഇൻഫ്രാറെഡ് പോലെയുള്ള റേസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ആ റേഡിയേറ്റ് ചെയ്ത് വീണ്ടും നമ്മളെ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെ വരുന്നു. ഈ ഒരു അവസ്ഥക്കാണ് പറയുക ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? വോയിസ് ക്ലിയർ ആണോ? ഹലോ ഹലോ, വോയിസ് ക്ലിയർ? ഓക്കെ. അപ്പൊ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്താണ്? ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്നാണ് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ്. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസ് ലൈക്ക് മീഥേൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ് പോലെയുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ്, ഇൻഫ്രാറെഡ് പോലെയുള്ള വേവ് ലെങ്ത് കൂടുതലുള്ള റേസുമായിട്ട് റിയാക്ട് ചെയ്ത് അതിനെ തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് പോവാതെ അത് റീറേഡിയേറ്റ് ചെയ്ത് നമ്മളെ അറ്റ്മോസ്ഫിയറിൽ തന്നെ വീണ്ടും പതിക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നു. ഈ ഒരു എഫക്റ്റിനാണ് പറയുന്നത് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. ഓക്കെ. Greenhouse gases allow the passage of incoming short wavelength solar radiation. The Earth's surface re-radiates some of this radiation back into the atmosphere as longer wavelength radiation. Greenhouse gases in the atmosphere absorb longer wavelength radiation and re-radiate it back to the surface of the Earth. Okay. Greenhouse gases എന്ത് ചെയ്യും? നമ്മുടെ അറ്റ്മോസ്ഫിയർ, സൂര്യനിൽ നിന്ന് നമ്മുടെ ഈ ഫിഗറിൽ കാണുന്നുണ്ടല്ലോ നിങ്ങള്, ഷോർട്ട് വേവ് ലെങ്ത്തിലെ UV പോലെയുള്ള റേസ്, അതുപോലെ ലോങ്ങർ വേവ് ലെങ്ത്തിലെ ഇൻഫ്രാറെഡ് പോലെ റേസ്. ഇൻഫ്രാറെഡ് പോലെ ലോങ്ങർ വേവ് ലെങ്ത്തിലെ റേസ് വന്നിട്ട് തിരിച്ചു പോവാതെ എന്ത് ചെയ്യുന്നു? തിരിച്ചിട്ട് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് അത് വീണ്ടും റേഡിയേറ്റ് ചെയ്ത് നമ്മുടെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിൽ തന്നെ റേഡിയേറ്റ് ചെയ്ത് പതിക്കുന്നു. അപ്പൊ അത് വീണ്ടും നമുക്ക് ഹാർംഫുൾ ആണ് അല്ലേ? Greenhouse gases allow the passage of incoming short wavelength solar radiation. The Earth's surface re-radiates some of its radiation back into the atmosphere as longer wavelength radiation. Greenhouse gases in the atmosphere absorb the longer wavelength radiation and re-radiate it back to the surface of the Earth. നമ്മുടെ ഭൂമിയുടെ സർഫസിലേക്ക് തന്നെ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ്
ഈ ഇൻഫ്രാറെഡ് പോലുള്ള റേസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് റേഡിയേറ്റ് ചെയ്തിട്ട് സർഫസിലേക്ക് പതിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. ഈ ഒരു ഇഫക്റ്റിനാണ് പറയുന്നത് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. Absorbed and re-emitted in all molecules. The effect of this infrared radiation is emitted from the Earth's surface. ഈ ഫിഗർ കാണുന്നുണ്ടല്ലോ അല്ലേ? കാണുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓസോൺ ലെയർ ഡിപ്ലീഷൻ. Ozone layer depletion is the reduction of the amount of ozone in the stratosphere caused by substances formed from breakdown of ozone depleting substances. അല്ലെ, എന്താ ഓസോൺ ലെയർ ഡിപ്ലീഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ? അഭിനവ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. അഭിനവ്, ഹലോ, ഹലോ, ഓഡിബിൾ അല്ലേ? ഹലോ, ഓഡിബിൾ ആണോ? ടീച്ചറെ ഓഡിബിളാ. അഭിനവ് പോയോ? ഓഡിബിളാ. എന്താണ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ? ഓസോണിന്റെ എങ്ങനെ നമ്മള് ചെറിയ ക്ലാസ്സിൽ എവിടെ ഓട്ടാവുന്ന ഓസോൺ ലെയറിൽ എന്താണ് അതിന്റെ കാരണം? എന്തായിരിക്കും? ഗ്ലോബൽ വാർമിംഗ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്ലോബൽ വാർമിംഗ് ഇതുണ്ട്. ഈ ഗ്ലോബൽ വാർമിംഗ്, ഓസോൺ ലെയർ ഡിപ്ലീഷൻ ഇതൊക്കെ ഇന്റർ റിലേറ്റഡ് ആണ് പറഞ്ഞു അല്ലെ. ഈ ഓസോൺ എന്ത് ചെയ്യും? UV റേഡിയേഷനെ അബ്സോർബ് ചെയ്യും, എന്നിട്ട് ഓക്സിജനും O2 മോളിക്യൂൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. Okay, ozone absorbs UV radiation and is broken down into oxygen and O2. Some of these free oxygen atoms released then either combine with other ozone to form more oxygen, or they combine with existing oxygen to reform ozone and release heat into atmosphere. Okay, ozone layer depletion is mainly due to chlorofluorocarbon. അല്ലെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു CFC പോലുള്ള വാതകങ്ങൾ കൂടുതൽ. ഈ CFC എവിടെ നിന്നൊക്കെയാണ് ജനറേറ്റ് ചെയ്യുന്നത്? നമ്മളെ റെഫ്രിജറേഷനും അതുപോലെ എയർ കണ്ടീഷനിന്റെ എക്യുപ്മെന്റ്സ് എന്നൊക്കെയാണ് ഈ CFC പോലുള്ള വാതകങ്ങൾ നമ്മളെ അറ്റ്മോസ്ഫിയറിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത്. ഈ ഓസോൺ ലെയർ ഡിപ്ലീഷന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് CFC ആണ്, ഫ്ലൂറോകാർബൺ ആണ്. Ozone layer prevents the harmful ultraviolet rays from entering the atmosphere, but is one of the main ozone eaters, and it allows the penetration of harmful ultraviolet rays. Chlorofluorocarbon remains in the atmosphere for decades and react with the atmospheric chlorine to accelerate the long chain reaction. This chain reaction slowly eats away the oxygen atom, which could be used in the formation of ozone. The ozone hole is not technically a hole where no ozone is present, but is actually a region of depleted ozone in the stratosphere over the Antarctic that happens the beginning of southern hemisphere spring. The average concentration of ozone in the atmosphere is about 300 Depletion units, and any area where the concentration drops below 220 Depletion units is considered the part of the ozone hole. ഓസോൺ ഡിപ്ലീഷന്റെ കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഓസോൺ ലെയർ ഡിപ്ലീഷൻ, ഗ്ലോബൽ വാർമിംഗ്, ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, ഇതൊക്കെ ഈ 4 കാര്യങ്ങളും ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓരോന്നിനും എഫക്റ്റ് ആണ്. മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻ ആണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന് കാരണം. ഈ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഒരു പരിധിയിൽ കൂടുതൽ നടക്കുമാണ് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവുന്നത് അല്ലെ. ഗ്ലോബൽ വാർമിംഗ് തന്നെയാണ്
നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിനും ഓസോൺ ലെയർ ഡിപ്ലീഷനും ഒക്കെ കാരണമായിട്ടുള്ളത്.